തോൽവികളുടെ തുടർച്ചയിൽ നിന്ന് മാറി തിരിച്ചുവരവിന്റെ പാതയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ. കഴിഞ്ഞ 2 കളിയിലും വിജയം ടീം നേടിയിരുന്നു. ടീം ഈ സ്പിരിറ്റ് കാത്തു സൂക്ഷിച്ച് പ്ലേ ഓഫിൽ കയറിയിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക് എല്ലാവർക്കും ഉള്ളത്. അവസാനം തിങ്കളാഴ്ച ഒഡീഷ FC-ക്കെതിരെ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചതും. വാശിയേറിയ മത്സരത്തിനൊടുവിൽ 2-നെതിരെ 3 ഗോളിന് ജയം നേടുകയും ചെയ്തു. ഇതിന് തൊട്ടു മുമ്പത്തെ കളിയിൽ പഞ്ചാബ് FC-യെ അവരുടെ തട്ടകത്തിൽ എതിരില്ലാതെ ഏക ഗോളിനായിരുന്നു പരാജയപ്പെടുത്തിയത്. 2025-ന് ശേഷമുള്ള 2 കളിയിലും തോൽവി അറിയാതെ മുന്നേറുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ പതിവ് പോലെ ഇടയ്ക്ക് നില മെച്ചപ്പെടുത്തി വീണ്ടും പഴയ തകർച്ചയിലേക്ക് വീഴുമോ എന്ന ആശങ്കയും ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അടുത്ത കാലം വരെ 9-10 സ്ഥാനങ്ങളിലായിരുന്നു ISL സീസൺ റാങ്ക് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം. ഒഡീഷയെ മലർത്തിയടിച്ച് 9-ൽ നിന്ന് നില മെച്ചപ്പെടുത്തി 8-ലേക്ക് എത്തുകയുണ്ടായി. സൂപ്പർ താരങ്ങളായ നോഹ സദോയി, ജീസസ് ജിമേനസ്, ക്വാമെ പെപ്ര എന്നിവരാണ് ടീമിന്റെ പ്രധാന വിജയശില്പികളെന്നും പറയാം. ആദ്യ പകുതിയിൽ ഒറ്റ ഗോളുമായി ഒഡീഷ മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിൽ രണ്ടാം പകുതിയിൽ അടിക്ക് തിരിച്ചടി നൽകി. വീണ്ടും അടി എന്നതുപോലെ പോരാട്ടമായിരുന്നു കളിക്കളത്തിൽ ഉടനീളം കണ്ടത്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിൽ നിന്നുണ്ടായ ശ്രദ്ധക്കുറവ് മൂലം 2 ഗോളിന് സമനിലയ്ക്ക് വഴങ്ങേണ്ടിയിരുന്ന മത്സരത്തിൽ അധിക സമയത്ത് സുന്ദരമായൊരു ഗോളിലൂടെ നോഹ വഴി തിരിച്ചു വിട്ടതിനെ തുടർന്ന് വിജയം ബ്ലാസ്റ്റേഴ്സിനായി. ഇതുവരെ 16 മത്സരത്തിൽ 6 വിജയമാണ് ടീമിനുള്ളത്. ബാക്കിയുള്ളത് 2 സമനിലയും 8 തോൽവിയുമാണ്. അടുത്തതായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യാണ് മഞ്ഞപ്പട നേരിടാനായി ഒരുങ്ങുന്നത്. ഈ വരുന്ന ശനിയാഴ്ച കൊച്ചിയിൽ നടക്കുന്ന കളിയിലും വിജയം മാത്രം പ്രതീക്ഷിച്ചാണ് ടീം ഇറങ്ങാൻ പോകുന്നത്. റാങ്ക് പട്ടികയിൽ 5-ാം സ്ഥാനമാണ് നോർത്ത് ഈസ്റ്റിനുള്ളത്. അടുത്ത ജനുവരി 24-ന് ബ്ലാസ്റ്റേഴ്സിന്റെ അംഗം റാങ്കിങ്ങിൽ തങ്ങളെക്കാൾ പിറകിൽ നിൽക്കുന്ന ഈസ്റ്റ് ബംഗാൾ FC-യുമായിട്ടായിരിക്കും.